ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി PK ബിജുവിന് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില മുഖങ്ങളുണ്ട്. അത്തരത്തിലൊരാളാണ് റെയിൽവേയിൽ നിന്നും വിരമിച്ച മോഹനേട്ടൻ. വിദ്യാഭ്യാസം തുടരാൻ യഥാർത്ഥത്തിൽ കാരണക്കാരനായ മോഹനേട്ടനെ കാണാൻ ഒരിക്കൽ കൂടി ബിജു എത്തി. കോട്ടയം മാഞ്ഞൂർ സ്വദേശിയായ മോഹനൻ റെയിൽവേയിൽ നിന്നും വിരമിച്ച ശേഷം വിശ്രമ ജീവിതത്തിലാണ്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ തിരക്കിനിടയിൽ പാലക്കാടുള്ള മോഹനേട്ടനെ കാണാൻ PK ബിജു എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ മോഹനേട്ടൻ തന്നെ പറയും. ചെറുക്കനൊരു പണി പറ്റിച്ചു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പണിയാണ്? എന്താ അവൻ്റെ പാവം പയ്യൻ, നല്ല പയ്യനാണല്ലോ. അല്ല അതല്ല സാറേ, അവൻ 10ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞു. അതിപ്പോൾ ഒരു അബദ്ധമാണോ? നല്ല കാര്യമല്ലേ ഉണ്ടാകുക. അല്ല, അവന് ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്. ഞാൻ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ എടുത്ത് കുട്ടന്. വറുതിയുടെയും ഇല്ലായ്മയുടെയും കാലത്ത് ഉയർന്ന മാർക്കോടെ 10ാം ക്ലാസ് ജയിച്ച തന്റെ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വലിയ മനുഷ്യനാണ് മോഹനേട്ടൻ. പ്രീ ഡിഗ്രിക്ക് ചേരാൻ ആവശ്യമായിട്ടുള്ള പണം അത് സമാഹരിക്കുക അന്നത്തെ കാലത്ത് എളുപ്പമല്ല. കർഷക തൊഴിലാളികളാണ്. മോഹനേട്ടനാണ് ശരിക്കും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് കാലുവെച്ച് കടക്കാൻ എന്നെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. പിതാവിന്റെ സുഹൃത്തു കൂടിയായ മോഹനേട്ടന്റെ അനുഗ്രഹം ഒരിക്കൽ കൂടി ഉറപ്പാക്കിയാണ് സ്ഥാനാർത്ഥി വീണ്ടും തിരക്കുകളിലേക്ക് നടന്നത്. ഷനു ബാലകൃഷ്ണനോടൊപ്പം PM ഷബീർ, മീഡിയ 1, ആലത്തൂർ.